ശക്തമായ തിരിച്ചടിയാണ് ഇന്ന് പുലർച്ചെ 1:44 ഇന്ത്യ പാകിസ്ഥാന് നൽകിയത്. പാകിസ്ഥാനിൽ ഇപ്പോൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിനെ തുടർന്ന് അതിർത്തിയിൽ വെടിനിർത്തൽ ലംഘിക്കുന്ന സാഹചര്യവും ഉണ്ടായി. വലിയ രീതിയിലുള്ളൊരു പ്രകോപനമാണ് ഈ കഴിഞ്ഞ 14 ദിവസങ്ങളിലും പാകിസ്ഥാൻ നടത്തിയത് നമുക്കറിയാം. വീണ്ടും അത് തുടരുക തന്നെയാണ്. അതേസമയം കൃത്യമായി തിരിച്ചടി ലഭിച്ചതോടുകൂടി ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് അവിടെ കൂടുതൽ സജ്ജീകരണങ്ങളിലേക്കൊക്കെ പാകിസ്ഥാൻ കടന്നിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഇന്ത്യ നിശ്ചയിച്ചുറപ്പിച്ചു തന്നെയാണ്, കൃത്യസമയത്ത് തന്നെയാണ് തിരിച്ചടി നൽകിയിരിക്കുന്നത്. അതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള വിവരങ്ങൾ പലതും നമുക്ക് പുറത്തറിയാനിരിക്കുന്നു. ഏതായാലും കൃത്യമായി 10 മണിക്ക് വാർത്താ സമ്മേളനം നടത്തുന്നതോടെ ഏറ്റവും ഔദ്യോഗികമായിട്ടുള്ള വിവരങ്ങൾ തന്നെ നമുക്ക് വ്യക്തമാവുകയും ചെയ്യും. ഗൗതം ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. ഗൗതം, ഈ ഭീകരാക്രമണത്തിന് തിരഞ്ഞെടുത്ത 9 ഇടങ്ങൾ, അതിലേറ്റവും പ്രധാനം ഈ ലഷ്കർ-ഇ തയ്യബയുടെ ആസ്ഥാനമായ മുർഡിക്, ഒപ്പം പുൽവാമ ആക്രമണത്തിന്റെ സൂത്രധാരൻ മസൂദ് അസർ നേതൃത്വം നൽകുന്ന ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനം ബഹവൽപൂർ, അങ്ങനെ പ്രധാനപ്പെട്ട ഇടങ്ങൾ തിരഞ്ഞുപിടിച്ച് ഒരു സിവിലിയനെ പോലും ആക്രമിക്കാതെ ഭീകര കേന്ദ്രങ്ങളിലേക്ക് തന്നെ കൃത്യമായി നടത്തിയ, ആസൂത്രണം ചെയ്ത് നടത്തിയ ആക്രമണം, ആ പ്രധാനപ്പെട്ട ഈ 9 ഭീകര കേന്ദ്രങ്ങളുടെ വിവരങ്ങൾ എങ്ങനെയാണ്? വീണ, ഈ 9 കേന്ദ്രങ്ങൾ മിസൈൽ സ്ട്രൈക്ക് ചെയ്തതിൽ ഇതിലേറ്റവും ശ്രദ്ധേയമാകുന്നത് 2 സ്ഥലം, നേരത്തെ വീണ സൂചിപ്പിച്ചതുപോലെ മുർഡിക്കും അതോടൊപ്പം തന്നെ ബഹവൽപൂരുമാണ്. ഇത് 2 സ്ഥലങ്ങളുടെ പ്രത്യേകത സൂചിപ്പിച്ചു. ലഷ്കർ-ഇ തോയ്ബയുടെയും ജെയ്ഷെ മുഹമ്മദിന്റെയും ആസ്ഥാനമാണ്. നമുക്കറിയാം, പാകിസ്ഥാൻ എന്നത് ഒരു ഭീകര സ്വഭാവമുള്ള വിവിധ സംഘടനകളുടെ കേന്ദ്രമാണ്. കാരണം പാകിസ്ഥാനെ പറ്റി പറയുന്നത്, പാകിസ്ഥാൻ 5 തരത്തിലുള്ള ഭീകരവാദ പ്രവർത്തനങ്ങളെ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. അതായത് പാകിസ്ഥാന് തന്നെ തലവേദനയാകുന്ന വിവിധ സ്വഭാവത്തിലുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾ ആ രാജ്യത്തുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ ഭീകര സംഘടനകളുണ്ട്. അതിൽ ഈ ലഷ്കറിന്റെയും ജെയ്ഷെ മുഹമ്മദിന്റെയും പ്രത്യേകത എന്നത് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട ഇന്ത്യ വിരുദ്ധത തന്നെയാണ്. കാരണം ഭാരതത്തിന്റെ അവിഭാജ്യ ഘടകമായ ജമ്മു കാശ്മീരിനെ ഭാരതത്തിൽ നിന്നും വിഭജിച്ച് പാകിസ്ഥാന്റെ ഭാഗമാക്കുക, കാശ്മീരിനെ സ്വതന്ത്രമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന 2 കൊടും ഭീകര സംഘടനകളാണ് ജെയ്ഷെ മുഹമ്മദും അതോടൊപ്പം തന്നെ ലഷ്കർ-ഇ തോയ്ബയും. അതിൽ ലഷ്കർ-ഇ തോയ്ബയുടെ ആസ്ഥാനമാണ് ഈ മുർഡിക്. ഇത് പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയുടെ തലസ്ഥാനമായ ലാഹോറിൽ നിന്നും 30 കിലോമീറ്റർ മാറി നിൽക്കുന്ന ഒരു സ്ഥലമാണ്. ഏതാണ്ട് 200 കിലോമീറ്ററിനകത്താണ് ഈ മുർഡിക് എന്ന് പറയുന്ന പ്രദേശം വരുന്നത്. അത് ഈ ലഷ്കറിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന നിലയിലല്ല അവിടെ അറിയപ്പെടുന്നത്. ഒരുപക്ഷെ ജമാഅത്ത് ഉദ്ദവയുടെ ആസ്ഥാനം എന്ന നിലയിലാണ്. കാരണം ലഷ്കർ-ഇ തോയ്ബ ഒരു ഭീകര സ്വഭാവമുള്ള സംഘടന ആയതിനാൽ ആ പേര് കൃത്യമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ടല്ല അവിടെ പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ഹാഫീസ് സെയ്ദ് തന്നെ പലപ്പോഴും പറയുന്നത് താൻ ലഷ്കർ-ഇ തോയ്ബയുമായി തനിക്ക് ഒരു ബന്ധവുമില്ലെന്നാണ്. പക്ഷേ 1987 ഇയാൾ സ്ഥാപിച്ച സംഘടനയാണ് ഈ ലഷ്കർ-ഇ തോയ്ബ. പക്ഷേ അയാൾ പ്രവർത്തിക്കുന്നത് ജമാഅത്ത് ഉദ്വ എന്നൊക്കെയുള്ള വ്യത്യസ്തമായ പേരുകളിൽ ഉള്ള മതതീവ്രവാദ സംഘടനകളുണ്ട്. അങ്ങനെ ഈ ജമാഅത്ത് ഉദ്വയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് കൂടിയാണ് ഈ മുർഡിക് എന്ന് പറയുന്ന സ്ഥലത്ത്. ലാഹോറിൽ നിന്നും 30 കിലോമീറ്റർ അകലെയുള്ള പ്രദേശമാണ്. അവിടെയാണ് മിസൈലുകൾ പതിച്ചിരിക്കുന്നത്. അതിനാൽ ഇവരുടെ പ്രധാനപ്പെട്ട കമാൻഡർമാരും നിരവധി ഭീകരന്മാരും ഈ ലഷ്കർ-ഇ തോയ്ബയ്ക്ക് ചാവേറുകളായി നടക്കുന്ന പല ആളുകളും അവിടെ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. മറ്റൊന്ന് ജെയ്ഷെ മുഹമ്മദാണ്. നേരത്തെ നമ്മൾ ചൂണ്ടിക്കാണിച്ചതുപോലെ ലഷ്കർ-ഇ തോയ്ബ വിവിധ ഭീകരാക്രമണങ്ങൾ ഇന്ത്യയിൽ നടപ്പാക്കിയതുപോലെ തന്നെ മറ്റൊരു അപകടകരമായ സ്വഭാവമുള്ള സംഘടനയാണ് മസൂദ് അസർ നേതൃത്വം നൽകുന്ന ജെയ്ഷെ മുഹമ്മദ്. ആ ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനം 1999 മുതൽ ഈ പറയുന്ന ഭവൽപൂർ എന്ന് പറയുന്ന സ്ഥലമാണ്. അതും പഞ്ചാബ് പ്രവിശ്യയിൽ തന്നെയാണ് ഈ സ്ഥലം വരുന്നത്. 1999 മുൻപ് ജെയ്ഷെ മുഹമ്മദ് മറ്റൊരു പേരിൽ ഹൽക്കത്തൂർ അൻസർ എന്നൊരു പേരിലാണ് ഈ മസൂദ് അസർ പ്രവർത്തിച്ചത്. പിന്നീട് നമുക്കറിയാം, ഇയാളെ ഇന്ത്യ പിടികൂടുകയും കാണ്ഡഹാർ വിമാന റാഞ്ചലിലൂടെ ഇയാളെ തിരിച്ച് പാകിസ്ഥാന് കൈമാറുകയും ഒക്കെ ചെയ്യേണ്ട പശ്ചാത്തലം നമുക്ക് മുൻപ് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ 1999 മുതൽ ജെയ്ഷെ മുഹമ്മദ് എന്ന പേരിൽ ഈ സംഘടന നമ്മുടെ രാജ്യത്തിന്റെ അകത്ത് വല പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു. ഇന്ത്യൻ പാർലമെന്റ് ആക്രമിച്ചതുൾപ്പെടെ, അമർനാഥ് തീർത്ഥാടകരെ കൊലപ്പെടുത്തിയതുൾപ്പെടെ, ചെങ്കോട്ട ആക്രമണം ഉൾപ്പെടെ, ഏറ്റവും ഒടുവിൽ 2014 പുൽവാമ ഭീകരാക്രമണം ഉൾപ്പെടെ നിരവധി ആക്രമണങ്ങൾക്ക് ഭാരതത്തിൽ നേതൃത്വം കൊടുത്ത മസൂദ് അസറിന്റെ ഭീകര സംഘടനയാണ് ജെയ്ഷെ മുഹമ്മദ്. ആ ജെയ്ഷയുടെ ആസ്ഥാനമായ ഭവൽപൂരിലും ഇന്നലെ രാത്രിയിൽ ഭാരതം സ്ട്രൈക്ക് ചെയ്തിരിക്കുന്നുവെന്ന് പറയുന്നതാണ് പാകിസ്ഥാനിലെ രാഷ്ട്രീയ കേന്ദ്രങ്ങളെയും അവരുടെ സൈനിക സംവിധാനങ്ങളെയും ഞെട്ടിപ്പിച്ചിരിക്കുന്നത്. കാരണം അത് പഞ്ചാബ് പ്രവിശ്യയിലാണ്, അത് POJKയിലല്ല, മറിച്ച് അത് പാകിസ്ഥാനിൽ തന്നെ, പാകിസ്ഥാന്റെ സ്വന്തം സ്ഥലത്താണ്. അവിടേക്കാണ് ഭാരതത്തിന്റെ മിസൈൽ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. സ്വാഭാവികമായും അത് പാകിസ്ഥാനിലെ രാഷ്ട്രീയ കേന്ദ്രങ്ങളെ, പ്രത്യേകിച്ച് ഇസ്ലാമാബാദിനെ ഉറക്കം കെടുത്തുന്ന എയർ സ്ട്രൈക്ക് തന്നെയാണ് ഭാരതം ഇന്നലത്തെ ദിവസം പഞ്ചാബ് പ്രവിശ്യയിൽ നടത്തിയിരിക്കുന്നത് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. പ്രത്യേകിച്ച് ഈ 2 ഭീകര സംഘടനകൾ
പാകിസ്ഥാൻ സൈന്യവുമായി യോജിച്ച് പ്രവർത്തിക്കുന്ന സംഘടനകളാണ്. പാകിസ്ഥാന്റെ രഹസ്യാന്വേഷണ വിഭാഗമായ ISI തുടർച്ചയായി വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന രണ്ട് ഭീകര സംഘടനകളാണ്. ഇപ്പോഴത്തെ കരസേനാ മേധാവി നമുക്കറിയാം ജനറൽ അസീം മുനീർ, അയാൾ ISIയുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുകയും ഇത്തരം ജിഹാദി സംഘടനകളുമായി വളരെ മികച്ച ബന്ധമുള്ള അത്തരം സംഘടനകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പഹൽഗാം ഭീകരാക്രമണം ആസൂത്രണം ചെയ്തതിൽ തന്നെ പാകിസ്ഥാന്റെ പട്ടാള മേധാവി ജനറൽ അസീം മുനീറിനുള്ള പങ്ക് ഇതിനകം തന്നെ ഇന്ത്യ മുന്നോട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം ശക്തികൾക്കെല്ലാം കൃത്യമായ മുന്നറിയിപ്പ് നൽകിക്കൊണ്ടുള്ള വലിയ പ്രത്യാക്രമണമാണ് ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത്. റഫാൽ വിമാനത്തിൽ നിന്നുള്ള ക്രൂസ് മിസൈലുകൾ, സ്കാൽപ് മിസൈലുകൾ, ഒപ്പം ഹാമർ ബോംബുകളും ഒക്കെ ഉപയോഗിച്ചു എന്നാണ് നമുക്ക് അനൗദ്യോഗികമായൊക്കെയുള്ള റിപ്പോർട്ട്. നമുക്ക് ഏതായാലും സൈന്യം അല്ലെ പ്രതിരോധ മന്ത്രാലയം ഈ വിഷയം ഔദ്യോഗികമായി വിശദമാക്കുമ്പോൾ വ്യക്തമായ വിവരങ്ങൾ ലഭിക്കും. പക്ഷേ സൈനിക വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് പല ദേശീയ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള ആക്രമണമാണ് ഇന്ത്യ നടത്തിയത് എന്ന വിവരമുണ്ട് ഗൗതം? വീണ, നിലവിൽ മിസൈൽ ആക്രമണമാണ് നമ്മൾ നടത്തിയത് എന്നത് സംബന്ധിച്ചുള്ള സ്ഥിരീകരണമാണ് നൽകുന്നത്. പക്ഷേ വ്യോമ മാർഗമുള്ള തിരിച്ചടികൾ ഉണ്ടായി എന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട്. പ്രത്യേകിച്ച് പാകിസ്ഥാൻ മാധ്യമങ്ങൾ ഭാരതത്തിന്റെ പോർവിമാനങ്ങൾ അതിർത്തി കടന്ന് ആക്രമിച്ചു എന്ന് പാകിസ്ഥാനിലെ ചില മുഖ്യധാരാ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മാത്രമല്ല അന്താരാഷ്ട്ര വാർത്താ ഏജൻസികളിൽ ചിലത് ഇത്തരത്തിൽ വ്യോമ മാർഗമുള്ള ചില തിരിച്ചടി കൂടി ഇന്ത്യ നൽകി എന്ന് വ്യക്തമാകുന്നുണ്ട്. പക്ഷേ ഇന്ത്യൻ സൈന്യം ഇപ്പോൾ ആ കാര്യം വ്യക്തമാക്കിയിട്ടില്ല. മറിച്ച് ഭാരതത്തിനകത്ത് നിന്നുകൊണ്ട് റോക്കറ്റുകൾ മിസൈലുകൾ വിക്ഷേപിക്കുകയായിരുന്നു. മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള തിരിച്ചടിയാണ് പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളിലും അതോടൊപ്പം തന്നെ സൈനിക കേന്ദ്രങ്ങളിലും നൽകിയത് എന്നാണ് ഭാരതത്തിന്റെ സൈന്യം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്നിപ്പോൾ 10 മണിക്ക് ഡൽഹിയിൽ വാർത്താ സമ്മേളനം നടക്കുന്ന ഘട്ടത്തിൽ ഇക്കാര്യത്തിലൊരു വ്യക്തത നമുക്ക് ലഭ്യമാകും. നിലവിൽ ഇന്ത്യ ഭാരതത്തിന്റെ പോർവിമാനങ്ങൾ അതിർത്തി കടന്ന് ഒരു ആക്രമണം നടത്തി എന്നത് സംബന്ധിച്ചുള്ള സ്ഥിരീകരണം നൽകുന്നില്ല. പക്ഷേ പാകിസ്ഥാനിലെ മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ ചില അന്താരാഷ്ട്ര മാധ്യമങ്ങളുമൊക്കെ ആകാശമാർഗവും സംഘർഷം നടന്നു എന്നത് സംബന്ധിച്ചുള്ള ചില വാർത്തകൾ നൽകുന്നുണ്ട്. അതേസമയം പാകിസ്ഥാന്റെ ചില പോർവിമാനങ്ങൾ ഇന്നലെ രാത്രിയിൽ ഭാരതത്തിന്റെ വ്യോമ അതിർത്തി കടക്കുവാനായി ഒരു ശ്രമം നടത്തിയെന്ന് നമുക്ക് റിപ്പോർട്ടുകൾ ലഭ്യമായിരുന്നു. എന്നാൽ ഭാരതത്തിന്റെ പോർവിമാനങ്ങൾ കഴിഞ്ഞ കുറേ ദിവസമായി സദാ ജാഗ്രതയിൽ ഈ അതിർത്തി ഭാഗങ്ങളിൽ ഉണ്ടായിരുന്നു. അതിനാൽ ഭാരതത്തിന്റെ പോർവിമാനങ്ങൾ കൃത്യമായി തന്നെ ഇടപെട്ടതിനാൽ പാകിസ്ഥാന്റെ വിമാനങ്ങൾ പിന്നീട് തിരിച്ചു മടങ്ങി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആകാശമാർഗം ചില പ്രകോപനങ്ങൾ സൃഷ്ടിക്കുവാൻ പാകിസ്ഥാൻ ഇന്നലെ രാത്രിയിൽ തന്നെ ശ്രമം നടത്തി. അതിനെ കൃത്യമായി തന്നെ പരാജയപ്പെടുത്തുവാൻ നമ്മുടെ വ്യോമസേനയ്ക്കും നമ്മുടെ പോർവിമാനങ്ങൾക്കും സാധിച്ചു. അതേസമയം കരമാർഗമുള്ള പ്രകോപനം രാത്രിയിൽ രൂക്ഷമായിരുന്നു. ജമ്മു കാശ്മീരിൽ ചില നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആളപായമില്ലെങ്കിൽ പോലും വീടുകളും മറ്റും തകർന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് ദൃശ്യങ്ങളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശക്തമായ പ്രത്യാക്രമണം ഭാരതത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായി. പാകിസ്ഥാന്റെ ഭാഗത്തും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്ന് തന്നെയാണ് ലഭ്യമാകുന്ന വിവരം. വീണ, ഗൗതം തുടരുക. ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ നീലിമ കൂടി ചേരുന്നുണ്ട്. നീലിമ, ഏറ്റവും പുതുതായി ഈ സമൂഹ മാധ്യമങ്ങളിലൂടെയും മറ്റും സൈന്യവും പ്രതിരോധ മന്ത്രിയും അടക്കം ഔദ്യോഗികമായി പങ്കുവച്ച വിവരങ്ങളിലൊപ്പം വിവിധ ലോകരാഷ്ട്രങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള പ്രതികരണങ്ങൾ, അങ്ങനെ എങ്ങനെയാണ് ഈ ഒരു തിരിച്ചടിക്ക് പ്രതികരണങ്ങൾ ലഭ്യമാകുന്നത്? വീണ, അന്താരാഷ്ട്ര സമൂഹം അമേരിക്ക ഉൾപ്പെടെ വളരെ കൃത്യമായി ഇന്ത്യയുടെ സൈനിക നടപടിയെ, ഭാരതത്തിന്റെ സൈനിക നടപടിയെ അങ്ങേയറ്റം സ്വാഗതം ചെയ്യുന്ന നിലപാടിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. വളരെ കൃത്യമായി അമേരിക്ക തന്നെ ഇക്കാര്യത്തിൽ നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ്. പതിറ്റാണ്ടുകൾ നീണ്ടു നിൽക്കുന്നതാണ് നമ്മുടെ ഭീകരതയ്ക്കെതിരായ ആ നിലപാട്, ആ യുദ്ധം. അത് വളരെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള വാക്കുകളാണ് ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, പാകിസ്ഥാന്റെ മണ്ണിൽ കാല് വെക്കാതെയാണ് ഇന്ത്യയുടെ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. നമ്മൾ തിരയുന്ന ലഷ്കർ, അതുപോലെ ജെയ്ഷെ മുഹമ്മദ് എന്നിങ്ങനെ നമ്മൾ തിരയുന്ന ഭീകരരെ അവരുടെ താവളത്തിലെത്തി വലിയ സൈനിക ഓപ്പറേഷനിലൂടെ തകർത്തെറിഞ്ഞിരിക്കുകയാണ് ഭാരതം. ഭാരതത്തെ സംബന്ധിച്ചുള്ള അഭിമാന നിമിഷമാണ്, അഭിമാന ദിനമാണ്. 15ാം നാൾ സംയുക്ത സൈനിക നീക്കത്തിലൂടെ വലിയ തിരിച്ചടി നൽകിയിരിക്കുകയാണ്. ISIയുടെയും അതുപോലെ പാക് മിലിറ്ററിയും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള കൺട്രോൾ റൂമുകൾ നമുക്കറിയാം അതിർത്തിക്കപ്പുറത്ത് നിരവധിയുണ്ട്. അതെല്ലാം തകർത്തെറിഞ്ഞുകൊണ്ടുള്ള ഓരോ ഭാരതീയനും അഭിമാനിക്കാവുന്ന വിധത്തിലുള്ള വലിയ ഓപ്പറേഷനാണ് നമ്മുടെ സൈന്യം നടത്തിയിരിക്കുന്നത്. വലിയ അഭിനന്ദനം സമൂഹ മാധ്യമങ്ങളിലൂടെ ഉയരുകയാണ്. കൈയടിക്കുകയാണ് ഭാരതത്തിന്റെ
ഈ ഈ ചുവടുവയ്പ്പിനെ. വിവിധ ലോകരാഷ്ട്രങ്ങളെല്ലാം ഇക്കാര്യത്തിൽ പ്രതികരണവുമായി എത്തുന്നതേയുള്ളൂ. പക്ഷെ വളരെ കൃത്യമായി അമേരിക്കയുടെ പ്രതികരണമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. കര വ്യോമ നാവികസേനകളുടെ സംയുക്ത നീക്കമായ ഓപ്പറേഷൻ സിന്ദൂറിലൂടെയാണ് ഇന്ത്യ പാകിസ്ഥാന് മറുപടി നൽകിയിരിക്കുന്നത്. നമ്മുടെ സഹോദരിമാരുടെ സിന്ദൂരം മായ്ച്ചു കളഞ്ഞ കരാളഹസ്തങ്ങളെ അവരുടെ മണ്ണിൽ പോയി ആ മണ്ണിൽ ഇറങ്ങാതെ വളരെ കൃത്യമായ ടാർഗറ്റുകൾ മുഴുവൻ തകർത്തെറിയുന്ന നിലപാട് ഭാരതം കൈക്കൊണ്ടു. ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ ഇ തോയ്ബ ഭീകര കേന്ദ്രങ്ങൾ, അതുപോലെ ഇവരുടെ പ്രധാനപ്പെട്ട പ്രസ്ഥാനങ്ങൾ, മദ്രസകൾ എന്നിവ ലക്ഷ്യമിട്ടുകൊണ്ടാണ്, ഈ മതപഠന കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് സേനകളുടെ ഓപ്പറേഷൻ. ഏറ്റവും കൃത്യമായി എടുത്തു പറയേണ്ട കാര്യം, ഒരു സിവിലിയന് നേരെ പോലും ഒരു തരത്തിലുള്ള ആക്രമണവും നടത്താതെ ഭീകര കേന്ദ്രങ്ങൾ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ടാണ് 9 കേന്ദ്രങ്ങളിൽ ഭാരതം വളരെ കൃത്യമായ ആസൂത്രണം നടത്തിയത്. കൃത്യതയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചായിരുന്നു ഓപ്പറേഷൻ എന്ന് പറയാതെ വയ്യ. നമ്മുടെ ആ ഓപ്പറേഷന് പോയ എല്ലാ പൈലറ്റുമാരും വളരെ സുരക്ഷിതമായി തിരിച്ചെത്തിയിരിക്കുന്നു എന്ന വിവരം വ്യോമസേന കൃത്യമായി അറിയിച്ചിട്ടുണ്ട്. നമ്മുടെ ഓപ്പറേഷന് പോയ എല്ലാ സൈനികരും സുരക്ഷിതരാണ്. ഒരു പോറൽ പോലും ഏൽക്കാതെ നമ്മുടെ സൈനികർ നമ്മുടെ മണ്ണിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. അത്യന്താധുനിക ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള വലിയ ഓപ്പറേഷനാണ് ഇന്ത്യ നടത്തിയത്. ഫ്രാൻസ് നിർമ്മിത സ്കാൽപ് മിസൈലുകൾ, ക്രൂയിസ് മിസൈലുകൾ എന്നിവ ഇതിനായി സേനകൾ ഉപയോഗിച്ചു. രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ ഈ കേന്ദ്രങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ മുൻപ് തന്നെ ശേഖരിച്ചിരുന്നു. നമ്മൾ തന്നെ പലവട്ടം വാർത്തകളിൽ പറഞ്ഞതാണ്, ഹാഫിസ് സെയ്ദിന്റെ ഒളിത്താവളം നമ്മുടെ ഏജൻസികൾ കണ്ടെത്തുകയും വിവിധ മാധ്യമങ്ങൾ വഴി എവിടെയാണ് ഹാഫിസ് സെയ്ദിനെ പാകിസ്ഥാൻ പട്ടാളം ISI ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്നുള്ള വിവരങ്ങളടക്കം വളരെ കൃത്യമായി നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്നു. മസൂദ് അസറിനെ പോലെ രാജ്യത്തിനെതിരെ നിരന്തരം യുദ്ധം പ്രഖ്യാപിക്കുന്ന മസൂദ് അസറിന്റെ ആ താവളങ്ങൾ തകർത്തെറിഞ്ഞതിലൂടെ ഭീകരതയ്ക്കെതിരായ വളരെ കൃത്യമായ സന്ദേശം ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ മുന്നോട്ട് വെക്കുകയാണ് ഭാരതം. വീണ, അതേസമയം ഇനിയും ഒരു കാര്യം കൂടി, നമ്മൾ നൽകുന്ന ദൃശ്യങ്ങൾ അത് ആക്രമണത്തിന്റെ ദൃശ്യങ്ങളാണ്. അത് തുടർച്ചയായി നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. പുതിയ പുതിയ ദൃശ്യങ്ങൾ ലഭ്യമായിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഏതൊക്കെ തരത്തിലുള്ള ഒരു ആക്രമണമാണ് നടത്തുന്നത് എന്ന് കൃത്യമായി പറയാൻ കഴിയുന്ന ദൃശ്യങ്ങൾ തന്നെയാണിത്. വീണ, അതാണ് നേരത്തെ പറഞ്ഞത്. ജെയ്ഷെ മുഹമ്മദിന്റെയും ISIയുടെയും ഒക്കെ സ്വാധീന മേഖലകളിൽ നോക്കിയായിരുന്നു വളരെ കൃത്യമായി ഇന്ത്യയുടെ ഈ ഓപ്പറേഷൻ നടന്നത്. ആദ്യ ആക്രമണം നടന്നത് തന്നെ ജെയ്ഷെ മുഹമ്മദിന്റെ സ്വാധീന മേഖലയിലായിരുന്നു. മസൂദ് അസറിന്റെ കേന്ദ്രവും ആക്രമിച്ചു. മുരട്ടയിലെ ലഷ്കർ ആസ്ഥാനവും ബഹാവൽപൂരിലെ ജെയ്ഷെ ആസ്ഥാനവും ഇന്ത്യൻ സൈന്യം തകർത്തെറിയുന്ന ദൃശ്യങ്ങളുടെ അതിമനോഹരമായ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. അങ്ങേയറ്റം ആവേശജനകമായ ദൃശ്യങ്ങൾ. അവിടെ നമ്മുടെ ഭാരതത്തിന്റെ കാവലാൾ ആയി നിൽക്കുന്ന സൈന്യം നടത്തിയ ഓപ്പറേഷന്റെ അങ്ങേയറ്റം ആവേശഭരിതമായ ദൃശ്യങ്ങളാണ് ഓരോ നിമിഷവും ഓരോ ഭാരതീയനും ഇങ്ങനെ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. ആക്രമണത്തിൽ 30 ഭീകരർ കൊല്ലപ്പെട്ടു എന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. അത് മസൂദ് അസറിന്റെ ആസ്ഥാനത്താണ്. ആ വലിയ ബഹാവൽപൂരിലേക്ക് മസൂദ് അസറിന്റെ ആസ്ഥാനത്താണ് ഏറ്റവും വലിയ ഓപ്പറേഷൻ നടന്നത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അവിടെ മാത്രം 30 ഭീകരർ കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോൾ ഭാരതം തിരിച്ചടിച്ചതിന്റെ ആ ശക്തി എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് ഊഹിക്കാനും അപ്പുറത്താണ്. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അവിടുന്ന് ദൃശ്യങ്ങൾ അങ്ങേയറ്റം ഭയാനകമാണ്. പാകിസ്ഥാൻ മുട്ടുവിറക്കി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ, മണിക്കൂറുകളിലൂടെ, നിമിഷങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മുസാഫറാബാദ് എന്ന് പറയുന്നത് നമ്മുടെ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന മുസാഫറാബാദ്, അവിടെ ഭീകരതയുടെ വിളനിലമാണ്. അവിടേക്ക് ഹമാസിന്റെ നേതാക്കളടക്കം വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതൊക്കെ പലവട്ടം ജനം TV തന്നെ വാർത്തകളിലൂടെ മുന്നോട്ട് വെച്ച കാര്യങ്ങളാണ്. മുസാഫറാബാദിലെ ഭീകര കേന്ദ്രം ഇന്ത്യൻ നിലം പരിശാക്കിയെന്ന ദൃശ്യസഹിതമുള്ള വാർത്തകൾക്കാണ് ഇപ്പോൾ രാജ്യം സാക്ഷി വഹിക്കുന്നത്. ഓരോ ഭാരതീയനും അഭിമാനിക്കാവുന്ന വിധത്തിലുള്ള ഓപ്പറേഷൻ നമ്മുടെ സൈനികർ പാകിസ്ഥാന്റെ മണ്ണിലിറങ്ങാതെ പാകിസ്ഥാന്റെ ആകാശത്ത് അവരുടെ വ്യോമാതിർത്തിക്ക് അകത്തേക്ക് കടന്നു ചെന്നുകൊണ്ട് വലിയ ഓപ്പറേഷൻ നടത്തിയിരിക്കുന്നു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ വലിയ വിജയമാണ് ഉണ്ടായിരിക്കുന്നത്. വീണ, ഏറ്റവും ഒടുവിൽ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം, 23 മിനിറ്റ് മാത്രം എടുത്തുകൊണ്ടാണ് നമ്മുടെ ധീര സൈനികർ ഈ വലിയ ഓപ്പറേഷന് നേതൃത്വം നൽകിയത് എന്നാണ് മനസ്സിലാകുന്നത്. അതായത് പാകിസ്ഥാന്റെ വ്യോമാതിർത്തിയിൽ നമ്മുടെ വിമാനങ്ങൾ
ചുറ്റി പറന്ന സമയം കണക്കാക്കുമ്പോൾ വിവിധ ഏജൻസികളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ച് ഓക്കെ 30 മിനിറ്റിൽ താഴെ മാത്രമാണ് നമ്മുടെ വിമാനങ്ങൾ ആ വ്യോമാതിർത്തിയിൽ ഉണ്ടായിരുന്നത്. ശരി നീലിമ, ഏതായാലും 30 മിനിറ്റ് നീലിമ സൂചിപ്പിച്ചതുപോലെ 30 മിനിറ്റിൽ താഴെ മാത്രം സമയം എടുത്തുകൊണ്ടാണ് ഈ 9 ഭീകര കേന്ദ്രങ്ങളും ഭാരതം തകർത്തത്, ഭീകര ക്യാമ്പുകൾക്ക് നേരെയുള്ള ആക്രമണം നടത്തിയത്. ഭാരത സ്ത്രീകളുടെ സിന്ദൂരം മായ്ച്ചവർക്കുള്ള മറുപടി ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യ തുടക്കമിട്ടിരിക്കുന്നു. ഭാരതം തുടക്കമിട്ടിരിക്കുന്നു. 9 കേന്ദ്രങ്ങളിലേക്കാണ് തിരിച്ചടി നടത്തിയത്.